നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വെങ്ങാനൂർ BHS 1986-87 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അളിയൻസിൻ്റെ 5ാം വാർഷികം ഓർമ്മ ചെപ്പ് സംഘടിപ്പിച്ചു. കോവളം അനിമേഷൻ സെൻറ്ററിൽ നടന്ന വാർഷിക സമ്മേളനം കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്തു. ജനൈകം ചീഫ് ന്യൂസ് എഡിറ്റർ രമേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ക്യാപ്റ്റൻ റജി പ്രേംരാജിൻ്റെ മാതാവ് ചെല്ലത്തായി പ്രത്യേക ക്ഷണിതാവായി. പ്രസിഡന്റ് ഷാബു ഗോപിനാഥ് അധ്യക്ഷനായി. സെക്രട്ടറി മറിയ സുനിൽ സ്വാഗതവും മണലി അനിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ഇവിടെ സ്റ്റാഫ് പറഞ്ഞതുപോലെയും അതേപോലെ എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള മര്യാദയിൽ പറഞ്ഞതുപോലെയും ഒറ്റമുകിൽ പോലെ വിഴിഞ്ഞം വടക്കേഭാഗം സെൻട്രൽ മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ തൊഴിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ ന്യൂനപക്ഷ കമ്മീഷൻ ഡയറക്ടർ ഡോക്ടർ പി നസീർ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ അടുത്ത വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ മകനിലുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ 10ാം ക്ലാസ്സാണ് യോഗ്യത, അല്ലെങ്കിൽ 12ാം ക്ലാസ്സാണ് യോഗ്യത, ഈ പോലീസിന് അപേക്ഷിക്കണം, ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അപേക്ഷിച്ചാൽ കിട്ടും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന്. കരിയർ ഗൈഡൻസ് ചെയർമാൻ എം അഷ്റഫ് അധ്യക്ഷനായി. ഡോക്ടർ അബ്ദുൽ ബാരി മുഖ്യ പ്രഭാഷണം നടത്തി. അദാനി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഹെഡ് അനുരാഗ് ക്ലാസ് എടുത്തു. ചീഫ് ഇമാം ചടയമംഗലം ഹഷറുദ്ദീൻ മന്നാനി, ഡോക്ടർ H.A. റഹ്മാൻ, വിഴിഞ്ഞം വടക്കേഭാഗം മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഷീദ്, അസിസ്റ്റന്റ് ഇമാം അബ്ഷർ മൗലവി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. കരിയർ ഗൈഡൻസ് വൈസ് ചെയർമാൻ നൌഷാദ് N. സ്വാഗതവും കൺവീനർ സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു. ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എന്നാണ് കോഴ്സിന്റെ പേര്. 10ാം ക്ലാസ് +2 ആണ് അതിന്റെ അടിസ്ഥാന യോഗ്യത. 3 മാസത്തെ ക്ലാസ്സാണ്. അതുപോലെ ക്ലാസ് റൂം ട്രെയിനിങ്ങും ലാബ് ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ASDC അതായത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെയും അസാമിന്റെയും സർട്ടിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ 2 രീതിയിലാണ് ഈ ബ്യൂട്ടീഷ്യൻ കഴിയുന്ന കുട്ടികൾക്ക് ജോലി സാധ്യതകൾ. ഒന്ന്, അവർക്ക് ഇഷ്ടമുള്ള പാർലറിലോ അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ വിൽക്കുന്ന കോസ്മെറ്റിക് സെന്ററുകളിലോ നമ്മുടെ ജോലി കണ്ടെത്തുന്നുണ്ടാകുന്നത്. രണ്ടാമത് സ്വയം തൊഴിലാണ്. വെങ്ങാനൂർ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ രക്തദാനം നൽകി. PRS ആശുപത്രിയുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ്. പ്രിൻസിപ്പൽ ബീന TS, ഹെഡ്മിസ്റ്റർ സുഖി PO, PTA പ്രസിഡന്റ് പ്രവീൺ P, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അജിത BS, NSS വോളണ്ടിയേഴ്സ് ലീഡർമാരായ ഐശ്വര്യരാജ്, അശ്വന്ത് SD, ആദിത്യ SS, ഗൗതം KP എന്നിവർ നേതൃത്വം നൽകി. എമർജൻസി കേസസിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണല്ലോ ബ്ലഡ്. അപ്പം ആ ബ്ലഡ് ശേഖരിച്ച് വയ്ക്കുകയും അതേപോലെ തന്നെ ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ യുവതലമുറയ്ക്ക് കൊടുക്കുക, ആ ഒരു സേവനം ഇപ്പോഴും തന്നെ പകർന്നു കൊടുക്കുക എന്നതാണ് നമ്മുടെയും ഞാൻ ഉൾപ്പെടെ ഉള്ള ടീച്ചേഴ്സിൻ്റെയും സംഘടനയും അതേപോലെയുള്ള നേതൃത്വം വഹിക്കുന്ന ബാക്കി അംഗങ്ങളുടെയും ലക്ഷ്യം എന്നുള്ളതാണ് ഈ പ്രാവശ്യം. ക്യാമ്പിൽ നിന്ന് നമ്മൾ കുറേ പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രക്തദാനം മഹാദാനം എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ കുറേ പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. താങ്ക് യു.